പാർവതി ഗൗരിയായി മാറുന്ന കഥ പറയാം. ശിവനും കാളിയും മധുവിധു ആഘോഷിച്ചുകൊണ്ട് ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ചു. വർഷങ്ങൾ പിന്നെയും വളരെ കടന്നുപോയി. അങ്ങനെയിരിക്കെ ശിവൻ ഒരിക്കൽ പാർവതിയെ കാളി കാളി എന്ന് പ്രേമ പുരസരം വിളിച്ചു. കേവലം വിനോദത്തിനാണ് ശിവൻ അങ്ങനെ സംബോധന ചെയ്തത്. എങ്കിലും കാളി എന്ന് 2 പ്രാവശ്യം വിളിച്ചത് നിന്ദാസൂചകമാണെന്ന് ഭഗവതിക്ക് തോന്നി. അവൾ കോപിച്ചു. സ്വശരീരം ആകമാനം നോക്കി. കറുത്തിരുണ്ടിരിക്കുന്ന തന്റെ ശരീരം പ്രാണനാഥന് അനിഷ്ടമാണെന്ന് അവൾ വിശ്വസിച്ചു. അവൾ അധരങ്ങൾ വിറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അമ്പുകൊണ്ടാൽ മുറിയും, എന്നാൽ ആ മുറിവുണങ്ങുന്നു. മഴുകൊണ്ട് വെട്ടിയാൽ മരം മുറിഞ്ഞു വീഴും, എന്നാൽ മഴ വരുമ്പോൾ പൊട്ടിക്കിളിർക്കും. കടുവചനങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുറിവിന് പരിഹാരമില്ല. എന്റെ നിറം കറുത്തതായത് എന്റെ കുറ്റമല്ല. ഈ നീല നിറത്തിലുള്ള ശരീരവുമായി ഇനി ഞാൻ അങ്ങയെ സമീപിക്കുന്നതുമില്ല. ഇതാ ഞാൻ പോകുന്നു. നിശ്ചയദാർഢ്യത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞ ശേഷം അവൾ ആകാശമാർഗേണ സഞ്ചരിച്ച് ഒരു മഹാകാനനത്തെ പ്രാപിച്ചു. സോമപ്രഭ, ജയ, വിജയ, ജയന്തി എന്നീ 4 പരിചാരകന്മാരെ സ്മരണാമന്ത്രം കൊണ്ട് അവൾ സൃഷ്ടിച്ചു. ദേവി അവിടെ നിന്ന് തപസ്സു തുടങ്ങി. ഒറ്റക്കാലിൽ നിന്ന് 100 വർഷം കഠിന തപസ്സനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. പരമേശ്വര പത്നിയായ പാർവതി ഇത്ര തീവ്രമായ തപസ്സു ചെയ്യുന്നതിന്റെ കാരണം ബ്രഹ്മാവ് ആരാഞ്ഞു. അവൾ വിവരമെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. അതുകേട്ട് ബ്രഹ്മാവ് ഇങ്ങനെ അരുളി ചെയ്തു: ഭവതി, ഇന്നു മുതൽ നിന്റെ നീല നിറം നീങ്ങി താമരപ്പൂവിന്റെ അല്ലിയുടെ നിറം വന്നുചേരും. ആ ഗൗരവർണം നിമിത്തം നിന്നെ ലോകം ഗൗരി എന്ന് വിളിക്കും. ബ്രഹ്മാവ് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ കാളിയുടെ കറുത്ത പുറംതൊലി അഴിഞ്ഞു നീങ്ങി.